നമസ്തേ. ഹരിശരണം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അത ശ്രീമദ് ഭഗവത്ഗീത കർമ്മയോഗഃ. ശ്രീമദ് ഭഗവത്ഗീത പാരായണത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ശ്ലോകം 31. യേ മേ മതമിദം നിത്യമനുതിഷ്ഠന്തി മാനവാ ശ്രദ്ധാവന്തോ അനസൂയന്തോ മുച്യന്തേ തേ അപി കർമ്മഭിഃ. അർത്ഥം: യാതൊരു മനുഷ്യൻ എൻ്റെ ഈ നിർദ്ദേശത്തെ ഭക്തിവിശ്വാസങ്ങൾ ഉള്ളവരും അസൂയാരഹിതരുമായിട്ട് നിത്യം പതിവായി അനുഷ്ഠിക്കുന്നുവോ അവരും കർമ്മങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് മോചിതരാകുന്നു. അതായത് എൻ്റെ ഈ അഭിപ്രായത്തെ, ഭഗവാന്റെ ഈ അഭിപ്രായത്തെ വിശ്വാസപൂർവം എതിർപ്പോ അസൂയയോ ഇല്ലാതെ അനുസരിക്കുന്നവർ കർമ്മപാശത്തിൽ നിന്ന് മുക്തരായി ഭവിക്കുന്നു എന്ന് സാരം. ഞാൻ എൻ്റെ അഭിപ്രായം വ്യക്തമാക്കി. ഇത് അനുശാസനമാണ്, എതിർക്കേണ്ട കാര്യമില്ല. ഭക്തിവിശ്വാസങ്ങളോടെ അസൂയയുടെ കാലുഷ്യമില്ലാതെ അനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് കർമ്മപാശത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മുക്തി നേടാൻ കഴിയും. 32. ശ്ലോകം 32. യേ തദഭ്യസൂയന്തോ താനുതിഷ്ഠന്തി മേ മധം സർവജ്ഞാന വിമൂഢാം സ്ഥാന്യുദ്ധി നഷ്ടാന ചേതസഃ. അർത്ഥം: യാതൊരു മനുഷ്യരാകട്ടെ അസൂയാധീനരായിട്ട് എൻ്റെ ഈ നിർദ്ദേശത്തെ അനുസരിക്കാതിരിക്കുന്നുവോ സകല ജ്ഞാനങ്ങളിലും മൂഢന്മാരായ ആ ബുദ്ധിഹീനന്മാരെ നശിച്ചവരാണെന്ന് നീ അറിയുക. അതായത് ചിലർ അസൂയാലുക്കളായി എൻ്റെ അഭിപ്രായത്തെ അനുസരിക്കാതിരുന്നേക്കാം. അവഗണനയോടെ മാത്രം ഈ അഭിപ്രായത്തെ വീക്ഷിക്കുന്ന നഷ്ടബുദ്ധികൾ മൂഢന്മാരാണ്. പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള അവരുടെ പരിശ്രമങ്ങൾ വിഫലമാകുകയേ ഉള്ളൂ. ഭൗതിക ലോകത്തിലെ ഉപഭോഗ സംസ്കാരത്തിന് വിധേയരായി ഇന്ദ്രിയ സുഖം മാത്രമാണ് പരമസത്യമെന്ന് കരുതുന്ന ചിലർ എൻ്റെ അഭിപ്രായത്തെ അവജ്ഞാപൂർവം വീക്ഷിച്ചേക്കാം. അവർ എൻ്റെ ഉപദേശങ്ങളെ അപഹസിക്കുകയും അവഗണിക്കുകയും ചെയ്തേക്കും. അത്തരക്കാർ ബ്രഹ്മവിഷയകവും കർമ്മവിഷയകവുമായ ജ്ഞാനം തീരെ ഇല്ലാത്തവരാണ്. ലൗകിക വിഷയങ്ങളുടെ നശ്വരമായ സുഖാനുഭൂതികളുടെ ചെളിക്കുണ്ടിൽ വീണവർ നശിക്കുന്നു. ശ്ലോകം 33. സദൃശം ചേഷ്ടതേ സ്വസ്യാഃ പ്രകൃതേർജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. അർത്ഥം: അറിവുള്ളവൻ പോലും തൻ്റെ പ്രകൃതിക്ക് യോജിച്ച വിധം പ്രവർത്തിക്കുന്നു. ജീവരാശികൾ പ്രകൃതിയെ പ്രാപിക്കുന്നു. നിയന്ത്രണം എന്തു ചെയ്യും? അതായത് ജ്ഞാനികൾക്കു പോലും മായാപ്രകൃതിക്കനുസരിച്ചേ പ്രവർത്തിക്കാൻ കഴിയൂ. പ്രകൃതിയുടെ ത്രിഗുണങ്ങളാണ് ഓരോ വ്യക്തിയുടെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. സകല ജീവരാശികളും മായാപ്രകൃതിക്ക് വിധേയരാകുന്നു. പ്രകൃതി വിധേയമായ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ മുഴുകുന്നു. പല സന്ദർഭങ്ങളിലും പ്രശസ്തരായ ജ്ഞാനികൾ ഇന്ദ്രിയങ്ങളുടെ വിഷയമോഹത്തിന് അധീനരായതായി പുരാണങ്ങൾ പറയുന്നു. ഇന്ദ്രിയങ്ങൾ സ്വഭാവേന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവയെ വേർപെടുത്തി ബന്ധിച്ചു നിർത്തുന്ന സംയമത്തിന് പലപ്പോഴും ഭംഗം നേരിടുന്നു. എങ്കിലും ഇന്ദ്രിയങ്ങളെ തന്നിഷ്ടം പോലെ പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ അതിൻ്റെ ഫലം ഭയാനകമായിരിക്കും. പഞ്ചഭൂത സഞ്ചിതമായ ശരീരം നശ്വരമാണ്. ശരീരം നശിക്കുമ്പോൾ അവ വീണ്ടും അതാത് ഭൂതങ്ങളിൽ വിലയം പ്രാപിക്കുന്നു. ആ സ്ഥിതിക്ക് ആവശ്യത്തിൽ കവിഞ്ഞ് സമ്പാദിക്കുക, ശരീരപോഷണത്തിന് അമിതമായ ശ്രദ്ധ ചെലുത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിഷ്പ്രയോജനമാകുന്നു. സംയമത്തിന് ഇന്ദ്രിയങ്ങളെ എന്നെന്നും നിയന്ത്രിച്ചു നിർത്താൻ കഴിയുകയില്ല എന്നുവെച്ച് സംയമശീലം വേണ്ടെന്ന് വെക്കാനാകുമോ? നിയന്ത്രണ വിധേയമായി മാത്രമേ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ വ്യാപരിപ്പിക്കാവൂ. ശ്ലോകം 34. ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ
രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോർനവശമാഗശ്ചേ തൗ ഹ്യസ്യ പരപന്തിനൗ. അർത്ഥം: ഓരോ ഇന്ദ്രിയത്തിന്റെയും കാര്യത്തിൽ രാഗവും ദ്വേഷവും ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. അവയുടെ വശം പ്രാപിക്കരുത്, അധീനതയെ പ്രാപിക്കരുത്. എന്തെന്നാൽ അവ രണ്ടും ഇവന്റെ ശത്രുക്കൾ ആണല്ലോ. അതായത് ചക്ഷുരാദികളായ ഇന്ദ്രിയങ്ങൾക്ക് രൂപരസഗന്ധാദികളായ വിഷയങ്ങളിൽ പ്രകൃതി തന്നെ രാഗവും ദ്വേഷവും വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നു എന്ന് സാരം. നേത്രത്തിന് സുന്ദര രൂപത്തിൽ രാഗവും വൈരൂപ്യത്തിൽ ദ്വേഷവും ഉണ്ടാകുന്നു. ശ്രോത്രത്തിന് മധുരമായ ശബ്ദത്തിൽ രാഗമുണ്ടാകുന്നു. വികൃത ശബ്ദങ്ങളിൽ ദ്വേഷം തോന്നുന്നു. ഘ്രാണേന്ദ്രിയത്തിന് സുഗന്ധത്തിൽ രാഗവും ദുർഗന്ധത്തിൽ ദ്വേഷവും ഉണ്ടാകുന്നു. രസനയ്ക്ക് സ്വാദുള്ളവയിൽ രാഗവും അരുചികരമായതിൽ ദ്വേഷവും ജനിക്കുന്നു. ത്വഗിന്ദ്രിയത്തിന് മൃദുസ്പർശത്തിൽ രാഗവും തീക്ഷ്ണസ്പർശത്തിൽ ദ്വേഷവും ഉണ്ടാകുന്നു. ഇങ്ങനെ ഇന്ദ്രിയങ്ങളിൽ ഓരോന്നിനും അതാതിന്റെ വിഷയത്തിൽ തന്നെ രാഗവും ദ്വേഷവും വ്യവസ്ഥാപിതമായിരിക്കുന്നു എന്ന് സാരം. യഥാർത്ഥത്തിൽ ഈ രാഗദ്വേഷങ്ങൾ ആധ്യാത്മിക ചിന്താഗതിയുടെ തടസ്സങ്ങളാണ്. ഒരു സാധകൻ ഇവയെ ശത്രുക്കളായി തന്നെ കരുതണം. അവയ്ക്ക് അടിമപ്പെട്ടു പോകരുത്. രാഗദ്വേഷങ്ങൾ ഒന്നിനോടുമില്ലാത്ത അവയ്ക്ക് അതീതമായ ഒരു പദം നേടണം. ശ്ലോകം 35. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയഃ പരധർമ്മോ ഭയാവഹഃ. ഗുണരഹിതമായ സ്വന്തം കർത്തവ്യം നല്ല രീതിയിൽ അനുഷ്ഠിക്കപ്പെട്ട അന്യന്റെ ധർമ്മത്തെക്കാൾ ശ്രേയസ്കരമാകുന്നു. സ്വന്തം ധർമ്മത്തിൽ മരണം കൂടിയും ശ്രേയസ്കരമാകുന്നു. അന്യധർമാനുഷ്ഠാനം ഭയമുളവാക്കുന്നതാണ്. അന്യധർമ്മം എത്രയൊക്കെ ഭംഗിയായി അനുഷ്ഠിക്കപ്പെട്ടാലും നിർഗുണമെന്ന് തോന്നിയേക്കാവുന്ന സ്വന്തം ധർമ്മമാണ് ശ്രേയസ്കരം. അത് അനുഷ്ഠിക്കുന്നതിൽ പാകപ്പിഴകൾ വന്നു പോയേക്കാം. എങ്കിലും സ്വന്തം ധർമ്മം എന്ന മഹിമ അതിനുണ്ട്. സ്വധർമ്മ പരിപാലനത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്യേണ്ടി വന്നാൽ കൂടിയും അതും ശ്രേയസ്കരമാണ്. ആ മരണത്തിനും മഹത്വമുണ്ടാകും. അന്യധർമ്മം എപ്പോഴും ഭയാജനകമാണ്. ഇവിടെ അർജുനൻ ക്ഷത്രിയനാണ്. ആ നിലയ്ക്ക് രജോ ഗുണപ്രധാനിയാണ്. രാജസ്വഭാവമുള്ളവന് യുദ്ധം ചെയ്യുന്നതും ശത്രുപക്ഷത്തു നിൽക്കുന്നവരെ വധിക്കുന്നതും സ്വധർമ്മമാണ്. ഇക്കാര്യത്തിൽ ജീവകാരുണ്യത്തിന് സ്ഥാനമില്ല. കരുണ, അനുകമ്പ, ദയ തുടങ്ങിയ സാത്വിക ഭാവങ്ങൾ ക്ഷത്രിയനു ചേരുന്നവയല്ല. യുദ്ധം ചെയ്ത് മരിച്ചാൽ അത് വീരമൃത്യുവാണ്. മാത്രമല്ല വീരസ്വർഗം നേടുകയും ചെയ്യാം. അതേസമയം സാത്വിക ഭാവങ്ങൾ ഉൾക്കൊണ്ട് ഭൂതദയയ്ക്കും ജീവകാരുണ്യത്തിനും ബന്ധുസ്നേഹത്തിനും വശീഭൂതനാകുന്ന അർജുനൻ ബ്രാഹ്മണധർമ്മത്തിനു വിധേയനാകുന്നു. ഈ യുദ്ധരംഗത്തു നിന്ന് ഈ സന്ദർഭത്തിൽ ജീവകാരുണ്യമോ ഗുരുഭക്തിയോ കരുതിയായാലും പിന്തിരിഞ്ഞോടുന്നത് മരണത്തേക്കാൾ ഭയാവഹമാണ്. അതിനേക്കാൾ എന്തുകൊണ്ടും ശ്രേഷ്ഠമാണ് പോരാടി മരണം വരിക്കുന്നത്. ശ്രീമദ് ഭഗവത്ഗീത പാരായണം തുടരുകയാണ്. കർമ്മയോഗത്തിലെ 35 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തു കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുമല്ലോ. ശ്രീമദ് ഭഗവത്ഗീത പാരായണം ശ്രവിക്കുന്നതും പാരായണം ചെയ്യുന്നതും പുണ്യമത്രേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. ഓം നമോ ഭഗവതേ കേശവായ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ.